ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സെലിബ്രേഷൻ, ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒരു സെലിബ്രേഷൻ കൂടെ തന്നെ അങ്ങ് തുടങ്ങാമെന്ന്. ഇന്ന് എൻ്റെ മാമാടെ മോളുടെ ബർത്ത്ഡേ ആണ്. അത്ര വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ഒന്നും അല്ല, ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്, പിന്നെ ജസ്റ്റ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. നമ്മളപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ 9th ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈഡ് എൻട്രൻസ് കേട്ടോ. ഇവിടെ കൂടെയാണ് നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഈ ബിൽഡിങ്ങിൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഇവിടെ അടുത്തായിട്ടായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. ഏകദേശം ഒരു 5 മിനിറ്റോളം വരും നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് നടന്നു പോകാനായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വീക്കെൻഡ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ലുലുവിലോട്ടാണ് പോകുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഹൈറ പറയുന്നു ചൂടെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചൂടെടുക്കുന്നു, വിയർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നല്ല ചൂടാണ് ഇവിടെ ഇപ്പോൾ 49 ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ചൂട് കാറ്റാണ്. രാത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂട് കാറ്റാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇത് ലുലുവിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിലെ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡിലെ എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് സൈഡിലെ എൻട്രൻസ് എപ്പോഴും കൂടി ഇതാണ് ബാക്ക് സൈഡിലെ എൻട്രൻസ്. എപ്പോഴും നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ കൂടെ കയറും, എന്നിട്ട് ഫ്രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങും. കാരണം വേറൊന്നും കൊണ്ടല്ല, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ട്രോളിയിൽ കൊണ്ടുപോകാൻ കൂടുതൽ എളുപ്പം ഫ്രണ്ട് സൈഡാണ്. കാരണം റോഡാണ്, ഒറ്റ റോഡല്ലേ, അപ്പം ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷെ ബാക്ക് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കര പാടാട്ടോ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രണ്ട് സൈഡാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലുലു കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി സാധനങ്ങളൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് ചുമ്മാ നോക്കി കേട്ടോ. നമ്മൾ ഗ്രോസറിയിലും പിന്നെ അല്ലാണ്ട് ഡ്രസ് സെക്ഷനിലും ജുവൽ സെക്ഷനിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. കുട്ടികളുടെ ബൺ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒട്ടിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ വന്നു. അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. മാമ വന്നു കേട്ടോ അപ്പോഴത്തേക്ക് പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് മാമ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടേ, എവിടെയാണ് പോവേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്കൊരു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഏറ്റവും നല്ല ഷോപ്പാട്ടോ ഇവിടുത്തെ. കേക്ക് നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സീസർ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ കേക്കൊക്കെ അടിപൊളി ടേസ്റ്റാണെന്നാണ് മാമ പറഞ്ഞത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. കഴിച്ച് നോക്കിയതിന് ശേഷം റിവ്യൂ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഡോണറ്റ്സും കേക്ക്സും ലഡ്ഡൂസും അങ്ങനെ കട്ടിങ് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. 1 പീസ് കട്ടിങ് കേക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഓരോ കേക്കുകളൊക്കെ നോക്കി. അങ്ങനെ എല്ലാവരും അങ്ങ് ചോദിക്കുന്നുണ്ട് ഏത് കേക്കാണ് എടുക്കേണ്ടത്. ആകെ കൺഫ്യൂഷനായി അവിടെ ഇരിക്കുന്ന നല്ല നല്ല കേക്കുകൾ കണ്ടിട്ട്. അവസാനം നമ്മൾ കുറച്ച് പേരല്ലേ, നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് കേക്ക് മതി. ഒരു 1 kg ഒന്നും ആവശ്യം നമുക്കില്ല, ഒരു 1/2 kg കേക്കിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവസാനം ഡിസൈഡ് ചെയ്തു ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് തന്നെ എന്തായാലും എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഐറയൊക്കെ നല്ല രീതിയിൽ പോയി നോക്കുന്നുണ്ട് കേക്ക്സും സാധനങ്ങളൊക്കെ. കേക്കൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്വീറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല പപ്സും നല്ല ചൂട് പപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ വന്ന് സീറ്റിലോട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് കേക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേക്കിന്. കേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോഴേ എൻ്റെ മാമാടെ മോനും എൻ്റെ മോളും കൂടെ അടിയായി കേട്ടോ. കാരണം ഞങ്ങൾ കേക്ക് കട്ടിയാന്നുള്ള രീതിയിലായി. പിന്നെ എൻ്റെ മാമിയുടെ മോൾ, അവളാണ് ബർത്ത്ഡേ ഗേള്. അങ്ങനെ അവളും എൻ്റെ മോനും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെഹറ ആണെങ്കിൽ മാമിയുടെയും മാമാടെയൊക്കെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുക്കുവാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് മാമ, ഇത് മാമി, പിന്നെ ഇത് അനിയനാണ് കേട്ടോ. സാറയുടെ രണ്ടാമത്തെ അനിയൻ, ഇളയതാണ്, ഏറ്റവും ഇളയതാണ്. 3 മക്കളാണ്. മൂത്തോളാണ് സഫ്ന, രണ്ടാമത്തോളം സഹറ, മൂന്നാമത്തെ മോനാണ്.
അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കട്ടിങ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ഇങ്ങനെ അവിടെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഒരുപാടങ്ങ് മധുരവും ഇല്ല, അതല്ലെങ്കിൽ ഭയങ്കര ക്രീമി അങ്ങനെയൊന്നും അല്ല. അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റി കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഐറയാണെങ്കിൽ സാറയുടെ മുഖത്ത് കേക്ക് എടുത്തിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. വെറുതായിപ്പോയി തേച്ചതൊക്കെ. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ കേക്ക് കഴിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇക്ക വന്നു കേട്ടോ. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കോഴിക്കോട് സ്റ്റാറിലോട്ടാണ് പോയേക്കുന്നത്. മാമായി ഇക്കായും കൂടെ അകത്ത് പോയി നോക്കി തിരക്കി കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ തന്നെ നിന്നു. കുറച്ച് നേരം പുറത്ത് നിന്നപ്പോഴത്തേക്ക് ചൂടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അകത്തുനിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു അകത്തിരിക്കാം കേട്ടോ, അകത്ത് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി ഇരിക്കാമെന്നും പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. അവിടെ കുറച്ച് നേരം പോയി ഇരിക്കാമെന്നുള്ള രീതിയിലൊക്കെ അവിടെ പോയി അവിടെ വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. ആ ഒരു സമയം കൊണ്ട് അവർ അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഐറയാണെങ്കിൽ ഒരു 7-up കൊണ്ട് ആ സമയത്തൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞാനും മാമിയും സഫ്നായും സഹറായും ഫാദിയും എല്ലാവരും കൂടെ അവിടെ വന്നിരുന്നു. ഇക്കായൊക്കെ ആ സമയത്ത് വന്നിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നു കുറച്ച് നേരം 7-up. ഐറ 7-up ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടൊക്കെ ആ കണ്ണിറുക്കിയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആൾ. അപ്പോഴത്തേക്കും മെനു കാർഡ് അവിടെ ക്ലീൻ ചെയ്തു. നമ്മൾ വന്നിരുന്നു, മെനു കാർഡൊക്കെ തന്നു. ഐറായും ഫാദിയും കൂടെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിഷസ് നോക്കിയിട്ട് ആ ചിക്കൻ, അത് ജ്യൂസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾ കേട്ടോ. അതിനുശേഷം അവൾക്ക് ചിക്കൻ ലോലിപോപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചിക്കൻ ലോലിപോപ്പ് മേടിച്ചു. അപ്പം തൊട്ടപ്പോഴേ ചൂടായിരുന്നു, അങ്ങനെ കൈ പൊള്ളി ചൂട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സഫ്ന വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ശരി പോലെയൊക്കെ ഫീൽ ചെയ്താക്കും, പിന്നെ അങ്ങ് ഓക്കെ ആയി. പിന്നെ അതങ്ങ് കഴിച്ചു കേട്ടോ. ആളൊട്ടും എരി കൂട്ടത്തില്ല, ഭയങ്കര പാടായിട്ടോ എരി കൂട്ടാനായിട്ട്. പിന്നെ അതങ്ങ് കഴിച്ചു. അപ്പോഴത്തേക്ക് അടുത്ത ഡിഷസ് വന്നു. കിഴിയിൽ ബീഫ് കിഴിയിലൊക്കെ ആക്കിയ ഡിഷൊക്കെ വന്നായിരുന്നു. പിന്നെ ഫിഷ് ഐറ്റംസ്, പിന്നെ നാടൻ ചിക്കൻ കറി, അങ്ങനെ കുറച്ച്. പിന്നെ പത്തിരി, നൈസ് പത്തിരി, പിന്നെ ഉറട്ടി, നമ്മൾ ട്രിവാൻഡ്രംകാരൊക്കെ ഉണ്ടാക്കും ഉറട്ടി, അത്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ മേടിച്ചു. അങ്ങനെ ബറോട്ട അതൊക്കെ മേടിച്ചു. അപ്പോൾ കിഴിയിലുണ്ടാക്കിയ ബീഫ് അതാണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മീൻ, ആ സമയത്ത് ഒരു മീൻ വന്നായിരുന്നു. മീനൊക്കെ വന്നു, അടിപൊളി ടേസ്റ്റി ആയിരുന്നു. എല്ലാം നല്ല അത്യാവശ്യം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ. നമ്മൾ ചെന്ന ഉടനെ നമ്മൾ പറഞ്ഞ് എരിയുള്ള ഏത് ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് ഡിഷസിൻ്റെ പേരൊക്കെ പറഞ്ഞു. പക്ഷെ നോർമൽ നമുക്ക് എരി വേണം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇച്ചിരി എരി നമുക്ക് ആഡ് ചെയ്തു. അപ്പോൾ നല്ലപോലെ എരിഞ്ഞായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് വന്നുള്ളൂ. കാരണം നമ്മളെ കയ്യിലുള്ള മിസ്റ്റേക്കാണ്, അത് അവരുടെ കയ്യിലുള്ള മിസ്റ്റേക്കല്ല. നമ്മൾ പറഞ്ഞു നമുക്ക് എരി വേണം. അപ്പോൾ അവർ വിചാരിച്ച നമുക്ക് എരി ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതി. മാമ ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ നമുക്കൊക്കെ നല്ലപോലെ എരിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴിച്ചൊക്കെ ഇറങ്ങി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട്, ഫ്ലാറ്റിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടിയിൽ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ, ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടതായിരുന്നു ബാക്ക് സൈഡിൽ. അപ്പോൾ അതിനൊക്കെ എടുത്ത് ഡിക്കിയിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഡിക്കിയൊക്കെ തുറന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് അവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. മെട്രോയുടെ വന്ന് അവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാമ അങ്ങ് ഫ്ലാറ്റിലാക്കി തരികയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുണ്ട് കേട്ടോ ഫ്ലാറ്റിലോട്ട് പോകാനായിട്ട്. മാമ അങ്ങോട്ടാക്കി തന്നു. ആ ഒരു വഴിയുടെ ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് വർക്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും നടന്ന് ഒരു സ്റ്റെപ്പൊക്കെ കയറി വേണം പിന്നെ നമുക്ക് ബിൽഡിങ്ങിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറി, ഹൈറായും ഇക്കായും ഞാനൊക്കെ സ്റ്റെപ്പ് കയറി നടന്നു. ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വിയർക്കും കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് തളരും. കാരണം അത്രയും ചൂട് അവിടെ എന്തോ വല്ലാത്തൊരു ചൂട്, റോഡിലില്ലാത്തൊരു ചൂടാണ് ആ ബ്രിഡ്ജിലുണ്ടായിരുന്നത്. അത്രയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഇക്കായും ഐറായൊക്കെ തളർന്നു കേട്ടോ, തളർന്നു, ഞാനും തളർന്നു കേട്ടോ നടന്ന്. അതിനുശേഷം നമ്മൾ ഫ്ലാറ്റിൽ വന്നെത്തി. ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്തിടുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ റൂം എത്തിയിരിക്കുകയാണ്. ഇതാ റൂമിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 12 മണിയായി. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.